ദൈവം എല്ലായിടത്തും ഇല്ലേ? എവിടെയിരുന്നും പ്രാർത്ഥിച്ചുകൂടെ? ദേവാലയത്തിൽ പോകേണ്ടതുണ്ടോ? ദൈവം എല്ലായിടത്തുമുണ്ട്, എവിടെയിരുന്നും പ്രാർത്ഥിക്കാം. പക്ഷേ നാം ദേവാലയത്തിൽ പോകേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ദേവാലയത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമല്ല, അതിന് വേറെ ചില ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. അവയിലൊന്ന് ഇപ്പോൾ ഞാൻ പറയാം. വിശ്വാസപ്രമാണം എന്ന് സഭ, കത്തോലിക്ക സഭ വിളിക്കുന്ന ആ വിശ്വാസ സംഹിതയ്ക്ക് പണ്ട് വേറൊരു പേരുണ്ടായിരുന്നു. സഭാപിതാക്കന്മാർ അതിനെ വിളിച്ചിരുന്നത് സിംബോളും എന്നാണ്. ഒരു ഗ്രീക്ക് വാക്കിൽ നിന്നാണ് ഈ വാക്ക് ഉത്ഭവിക്കുന്നത്. സിം ബാലെയിൻ, ഒന്നിച്ച് എറിയുക എന്നാണ് ആ വാക്കിനർത്ഥം. ഈ വാക്ക് ഉത്ഭവിച്ചത് ഒരു യവന പുരാണത്തിലാണ്, ഗ്രീക്ക് മിത്തോളജി. ആ പുരാണം യവന തത്വജ്ഞാനിയായ പ്ലേറ്റോ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനും ഒരാളായിട്ടാണ് സൃഷ്ടിച്ചത്. രണ്ടാളായിട്ടല്ല, സ്ത്രീയും പുരുഷനും ഒരൊറ്റ ആള്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ജീവി ദൈവത്തെ ധിക്കരിച്ചു. ശിക്ഷയായി ദൈവം ഈ ഒരാളായിരിക്കുന്ന മനുഷ്യനെ നേർ പകുത്തു, രണ്ടായി വിഭജിച്ചു. ഒരു ഭാഗം പുരുഷനായി, മറുഭാഗം സ്ത്രീയായി. പക്ഷെ മൗലിക രൂപത്തിൽ അവർ ഒന്നായിരുന്നു. അതിനാൽ അവരുടെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റ് ഒന്നിച്ചു വരാനാണ്, ഒന്നിച്ചു പോകാനാണ്. ഇങ്ങനെ സ്ത്രീയും പുരുഷനും ആണും പെണ്ണും ഇങ്ങനെ ഒന്നിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന അതിനെയാണ് സിംബോളും എന്ന വാക്കുകൊണ്ട് ചിഹ്നപ്പെടുത്തുന്നത്. എന്തിനാണ് വിശ്വാസത്തെ അടയാളപ്പെടുത്താൻ ഈ വാക്ക് ഉപയോഗിച്ചത്? കാരണം വിശ്വാസം ഒരു ഒന്നിച്ചു പോക്കാണ്. ഒരു ഉദാഹരണം പറയാം. എൻ്റെ വിശ്വാസം അത് തനിയെ എടുത്താൽ വളരെ ദുർബലമാണ്, ബലഹീനമാണ്. ഒരു ഈർക്കിലി പോലെയാണ്, പെട്ടെന്ന് ഒടിഞ്ഞു പോകാം. ചില ദുരന്തങ്ങൾ വന്നാൽ, തുടർച്ചയായി രോഗമെന്നെ അലട്ടിയാൽ, ചില തകർച്ചകൾ സംഭവിച്ചാൽ, അപ്പോഴൊക്കെ പെട്ടെന്ന് ഞാൻ സംശയിക്കാൻ തുടങ്ങും, ദൈവമുണ്ടോ? വല്ല ശാപം മൂലമാണോ? പൂർവ്വപിതാക്കന്മാരുടെ ശാപമാണോ? എന്തുകൊണ്ട് ഈ തകർച്ചകൾ? വാസ്തവത്തിൽ നമുക്ക് നടക്കാൻ രണ്ട് കാലുകൾ മതി. പക്ഷെ ചിലർക്ക് തോന്നും ഒരു ഊന്നുകാല്, ഒരു ഊന്നുവടി വേണം. അങ്ങനെ ഒരു ഊന്നുവടി തേടി ചാത്തൻ സേവ, ഏലസ്, കൂടോത്രം, കണിയാൻ്റെ അടുക്കൽ പോകൽ, കൈരേഖ നോക്കൽ, ജാതകം നോക്കൽ, ഇങ്ങനെ ഒരുപാട് ഊന്നുവടികൾ തേടിപ്പോകും. കാരണം എന്താണ്? എൻ്റെ വിശ്വാസം അതിൽ തന്നെ വളരെ ദുർബലവും ബലഹീനവുമാണ്. അല്പവിശ്വാസികളെ എന്നാണ് യേശു പോലും പത്രോസിനെയും നമ്മയ്ക്ക് വിളിക്കുന്നത്. അല്പവിശ്വാസികളാണ് നമ്മൾ. അല്പവിശ്വാസികളായ നാം ഒന്നിച്ച് ദേവാലയത്തിലേക്ക് പോകുന്നു. ഞാൻ എൻ്റെ കൂടെയുള്ളവരുടെ വിശ്വാസത്തോടൊപ്പം എൻ്റെ വിശ്വാസം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. അങ്ങനെ പലരുടെയും വിശ്വാസത്തെ ദൈവം തൻ്റെ വചനം കൊണ്ട് കൂട്ടിക്കെട്ടുന്നു. ഒരേ ദൈവവചനം കൊണ്ടാണ് അത് കൂട്ടിക്കെട്ടപ്പെടുന്നത്. പല ഈർക്കിലികൾ ചേർത്ത് ചൂല് ആകുന്നത് പോലെയായി മാറി വിശ്വാസം. ഈർക്കിൽ ഒടിക്കാം, ചൂലത്ര പെട്ടെന്ന് ഒടിക്കാൻ പറ്റുമോ? ഇല്ല. പലരുടെയും വിശ്വാസം ഒന്നിച്ച് വയ്ക്കുമ്പോൾ ഒരേ ദൈവവചനം കൊണ്ട് ദൈവം അതിനെ കൂട്ടിക്കെട്ടുമ്പോൾ അത് സഭയുടെ വിശ്വാസമായി. ഈ സഭയുടെ വിശ്വാസം പ്രഖ്യാപിക്കാനാണ് നാം ദേവാലയത്തിൽ പോകുന്നതിൻ്റെ ഒരു ലക്ഷ്യം. ഒരേ ദൈവവചനത്താൽ നമ്മുടെ എല്ലാവരുടെയും വിശ്വാസത്തെ കൂട്ടിക്കെട്ടാനും അത് സഭയുടെ ശക്തമായ വിശ്വാസമാകാനും. തീർന്നില്ല. ദേവാലയത്തിൽ പോകുന്നതിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ എളുപ്പം മനസ്സിലാകും. പോളണ്ടിലെ ഒരു കന്യാസ്ത്രീ, അത്ര വലിയ വിവരമോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തൊരു കന്യാസ്ത്രീ, ഒരു ദിവസം അവർക്കൊരു പ്രാർത്ഥന സ്വർഗത്തിൽ വീണ് കിട്ടിയതുപോലെ അവരത് എഴുതി പോളിഷ് ഭാഷയിൽ. എന്നിട്ട് അതിൻ്റെ ഒരു തർജ്ജമ ആരെ കൊണ്ട് തയ്യാറാക്കി വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തു, ഈ പ്രാർത്ഥനയ്ക്ക് അംഗീകാരം കിട്ടാൻ. വത്തിക്കാൻ അത് വായിച്ചു നോക്കിയപ്പോൾ മുഴുവൻ അബദ്ധങ്ങളാണ്, ഇതാരും ചൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് കരോൾ വോയ്റ്റീവ എന്ന് പറയുന്ന മെത്രാപ്പോലിത്ത പോളണ്ടിലെ ക്രാക്കോഫ് രൂപതയുടെ മെത്രാപ്പോലിത്തയായി വന്നപ്പോൾ ഈ പ്രാർത്ഥനയുടെ മറ്റൊരു തർജ്ജമ തയ്യാറാക്കി. എന്നിട്ട് വത്തിക്കാനിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഒരു കുറിപ്പ് കൂടി വെച്ചു, ഈ പ്രാർത്ഥന വീണ്ടും ഒന്ന് പരിഗണിക്കൂ. അങ്ങനെ വത്തിക്കാൻ അത് പരിഗണിച്ചു. മനോഹരമായ പ്രാർത്ഥന,
എല്ലാവരും ചൊല്ലാനായി വത്തിക്കാൻ അനുവാദം കൊടുത്തു. 2 വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോഴത്തെ മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ കാരുണ്യത്തിൻ്റെ മഹാജൂബിലി വർഷം പ്രഖ്യാപിച്ചു. വാസ്തവത്തിൽ അതിന് തുടക്കമിട്ടത് പോളണ്ടിലെ കന്യാസ്ത്രീയാണ് സിസ്റ്റർ ഫൗസ്തീന. നമ്മൾ കരുണക്കൊന്ത എന്ന് വിളിക്കുന്ന മേഴ്സി ചാപ്പലിറ്റ് തയ്യാറാക്കിയത് അവരാണ്. വത്തിക്കാൻ വീണ്ടും പരിഗണിക്കണമെന്ന് പറഞ്ഞ് ആ പ്രാർത്ഥന അയച്ച മെത്രാപ്പൊലിത്ത കരോൾ വോയ്റ്റിവ പിന്നീട് ജോൺ പോൾ 2 മാർപ്പാപ്പയായി മാറി. ഇപ്പോൾ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ഈ പ്രാർത്ഥനയുണ്ട്. അത് ക്രിസ്ത്യാനികളോ കത്തോലിക്കരോ മാത്രമല്ല ചൊല്ലുന്നത്. എൻ്റെ അറിവിൽ തന്നെ മറ്റ് മതസ്ഥരും ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. പോളണ്ടിലെ ആ സിസ്റ്റർ ഫൗസ്തീന വിചാരിച്ചിരുന്നോ ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള ഈ വിശ്വാസം ഇത്രമാത്രം വികാസം പ്രാപിക്കുമെന്ന്? ഇന്ത്യയിലെയും മൂലയിലിരുന്ന് ചില ആളുകൾ ഈ പ്രാർത്ഥന ചൊല്ലുമെന്ന്? ഇല്ല. പക്ഷെ അവർക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ദൈവം കാരുണ്യവാനാണ്. ആ കരുണയിലുള്ള വിശ്വാസം അവർ സഭയുടെ മുമ്പിൽ വെച്ചപ്പോൾ സഭയ്ക്ക് ദൈവത്തിൻ്റെ കാരുണ്യത്തിലുള്ള വിശ്വാസം തന്നെ വർദ്ധമാനമാകുകയായിരുന്നു, വിശാലമാകുകയായിരുന്നു. നമ്മൾ ഇതിനു വേണ്ടി കൂടിയാണ് ദേവാലയത്തിൽ പോകുന്നത്. എൻ്റെ വിശ്വാസം സഭയ്ക്ക് കൊടുത്തിട്ട് സഭയുടെ വിശ്വാസത്തെ വിശാലമാക്കാൻ. കാരണം എന്താണ്? സഭയുടെ വിശ്വാസവും പരിപൂർണമല്ല, അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പിന്നെ വളരാൻ പറ്റുമോ? സഭയുടെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകാവസാനം വരെ, യേശുവിൻ്റെ ദ്വിതീയ ആഗമനം വരെ അത് വളർന്നേക്കൊണ്ടേ ഇരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസം സഭയ്ക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട്. അതിനു വേണ്ടി കൂടിയാണ് ഞാൻ ദേവാലയത്തിൽ പോകുന്നത് മറ്റുള്ളവരോടൊപ്പം.